ഒരു പരമ്പരാഗത രീതിയിലുള്ള ജൈവ കൃഷിക്കാരനാവണമെന്നായിരുന്നല്ലോ എൻ്റെ തീരുമാനം. അത് ഞാനിപ്പോൾ തൽക്കാലത്തിനൊന്ന് മാറ്റിവെച്ച്, എന്നിട്ട് ഒരു പട്ടാളക്കാരനാവാൻ തീരുമാനിച്ചു. രാജ്യസേവനത്തെക്കാൾ വലുതല്ലല്ലോ വേറൊന്നും. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? സീരിയസ് ആയിട്ട് തന്നെ ചേച്ചി. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാർക്കൊപ്പം എനിക്കും തോക്കേന്തി നിൽക്കണം. ഓരോ പട്ടാളക്കാരനും അവിടെ അതിർത്തിയിൽ ഉറക്കൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് ഉറങ്ങണത്. സൂപ്പർ ഡയലോഗ്. നീ കണ്ടിപ്പോ മിലിറ്ററിയിലെ ചേരണം. അടിപൊളിയേട്ടാ. നീയേ NDA ചേർന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമി. അതിന് ഇവന് പറ്റൂല ലച്ചു. 21 വയസ്സായില്ലേ ഇവന്. 16 മുതൽ 19 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ ചെറിയ അളവുകളുണ്ട്. നീ NDA ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, അല്ല കേണലോ മേജറൊക്കെ ആയി പോയനല്ലേ. പേരിടൊന്ന് ആലോചിച്ച് നോക്ക്, കേണൽ കേശവ് ബാലേന്ദ്രൻ തമ്പി. അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഒരു സാധാരണ പട്ടാളക്കാരനായിട്ടെങ്കിലും എനിക്ക് എൻ്റെ രാജ്യത്തിനെ സേവിക്കണം. ഫസ്റ്റ് പോസ്റ്റിങ് ബോർഡറിൽ തന്നെ കിട്ടും. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ തീവ്രവാദികളെ വെറുതെ വിടരുത്. ചത്താലും വിടൂലല്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഏത് വിധേനയും പട്ടാളത്തിൽ കയറും. മോനെ കേശു, നീ വിചാരിച്ചാൽ നടക്കും. എന്റെ മോൻ മിടുക്കനല്ലയോ? എടാ, അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നീ ഇപ്പോഴേ എടുക്കണം. கேசு, உன்னை அந்த மிலிட்ரி யூனிஃபார்ம்ல பாக்குறதுக்கு ரொம்ப கெத்தா இருக்கும். ஆனாலும் டேய் கொஞ்சம் பயம்டா. ഭയോ എന്തിന്? അതില്ല, ഒരു ഭയം. കനാൻഡി, എനിക്ക് ഒരു പേടിയില്ല. സ്വന്തം നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ നാടാണ് നമ്മുടേത്. ക്യാപ്റ്റൻ വിക്രം ബത്ര, കാർഗിൽ യുദ്ധത്തിന്റെ നായകൻ. യുദ്ധത്തിൽ 5140 കൊടുമുടി പിടിച്ചടക്കിയതിന് ശേഷം അടുത്ത കൊടുമുടി പിടിച്ചെടുക്കാനുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്തു. അങ്ങനെ സഹസൈനികരെ രക്ഷിച്ച ആളാണ് അദ്ദേഹം. പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഒന്നുകിൽ മൂവർണ്ണ പതാക ഉയർത്തി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ധരിച്ച് ഞാൻ തിരിച്ചു വരും. രാജ്യം അദ്ദേഹത്തെ പരംവീർ ചക്ര നൽകി ആദരിച്ചു. ചേട്ടാ, ഇനി ഇതുപോലത്തെ വീരന്മാരില്ലേ? പിന്നെ ആയിരക്കണക്കിന് പേര്. ഞാൻ പിന്നെ ഒരാളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മേജർ ജനറൽ ഇയാൻ കാർഡോസോ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ കുഴിബോംബിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഡോക്ടർമാർക്ക് പോലും തന്റെ കാല് മുറിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഒരു ഗൂർഖ കത്തി ആവശ്യപ്പെട്ട് സ്വയം തന്റെ കാല് മുറിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയൂ? ഇതുകൊണ്ട് ഈ കുഴിച്ചിടാൻ. എന്റെ അമ്മ. ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ഒരു ധീരനായിരുന്നു, കൂടാതെ കരുണാമയനായ ഒരു മനുഷ്യന്. തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സംഭാവന ചെയ്തു. ഇനിയുണ്ട് വീരന്മാർ. സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവ്, അതേപോലെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത്. അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനാണ്. ഒരു വലിയ ചൈനീസ് ബറ്റാലിയനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം 3 ദിവസം എതിർത്തു നിന്നു. അരുൺ ഖേദർപാൽ, മേജർ സോമനാഥ് ശർമ്മ, അങ്ങനെ എത്ര വീരന്മാർ. കേശോട്ടാ, ഈ പറഞ്ഞ വീരന്മാർക്കെല്ലാം സല്യൂട്ട്.